വെൽക്കം ടു ആർക്കേസ് ചാനൽ. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോണത് നമ്മൾ അവിൽ വെച്ചിട്ടുള്ള ഒരു കൊഴുക്കട്ടയാണ് കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോയിൽ മറ്റേ അരി വെച്ചിട്ടുള്ള കൊഴുക്കട്ടയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ പക്ഷേ തയ്യാറാക്കാൻ പോണത് ഞാൻ മട്ട അരിയുടെ അവിൽ കൊണ്ടുള്ള ഒരു കൊഴുക്കട്ടയാണ്. അതിൽ വെള്ള അവിൽ കൊണ്ടും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ പലതരം ഉണ്ടല്ലോ. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ അവിൽ അല്ലെങ്കിൽ പോഹ കൊഴുക്കട്ട ഉണ്ടാക്കാനായി നമ്മളിവിടെ 2 കപ്പ് മട്ടയരിയാണ് എടുത്തിരിക്കുന്നത്. മട്ടയരിയുടെ അവിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. സോ അതിൽ കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, നല്ലോണം കളർ ചേഞ്ചും കാണാറുണ്ട്. സോ അതുകൊണ്ട് ഇതാകണ്ടില്ലേ. അപ്പോൾ അതിനെ ഒന്ന് നല്ലോണം ഒരു 2-3 പ്രാവശ്യം നല്ലോണം ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകുക കേട്ടോ. നല്ലോണം കഴുകി ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ ശേഷം അതിനെ ശരിക്കും ഒരു പ്രാവശ്യം പോരാ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതാ കണ്ടില്ലേ, അതിൽ കഴുകും തോറും ആ മട്ടയരിയുടെ കളർ വന്നുകൊണ്ടിരിക്കും. എന്നിട്ട് ആ വെള്ളമൊക്കെ ശരിക്കും നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ നല്ല വെള്ളം ശരിക്കും ആ ഒരു അവിൽ മുങ്ങുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ലവണ്ണം 2 പ്രാവശ്യം എന്തായാലും കഴുകണം. അതിൽ നെല്ലൊക്കെ കാണാറുണ്ട് ചിലതിലൊക്കെ കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ട് അത് കുറച്ച് വെള്ളം ആ അവിലിൻ്റെ മേലെ നിൽക്കണം. ഇത് അതിൽ കാണിക്കണ പോലെ കേട്ടോ. അതാ കുറച്ച് മേലെ നിന്നാൽ മതി. പിന്നെ നമ്മൾ അതിന് കുറച്ച് കറിവേപ്പില, ക്യാരറ്റ്, പിന്നെ ഉള്ളി, പച്ചമുളക്, ഇഞ്ചിയും വേണം കേട്ടോ, ഒരു കഷ്ണം. ഇതെല്ലാം പച്ചക്കറി നിങ്ങൾക്ക് ഇനി ഏത് വേണമെങ്കിൽ എടുക്കുക. അതിൽ ക്യാബേജ് വേണമെങ്കിൽ ഇടുക, അത് നമ്മുടെ സൗകര്യമാണ് കേട്ടോ. എന്നിട്ട് ഒരു പാനിൽ അതിനെയൊക്കെ കുഞ്ഞുകുഞ്ഞേന്ന് മുറിച്ച് വെക്കുക. ഒരു പാനിൽ ഒരു 3 സ്പൂൺ എണ്ണ ഒഴിക്കുക കേട്ടോ. എണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് ഒരു 1/2 സ്പൂൺ കടുക് ഇടുന്നുണ്ട്. കടുകിട്ട ശേഷം ദെൻ 1/2 സ്പൂൺ ഉഴുന്ന് പരിപ്പ്. ഞാൻ കറുപ്പ് ഉഴുന്നാണ് എടുത്തത്. പിന്നെ കടലപ്പരിപ്പ് കേട്ടോ. വെള്ള ഉഴുന്ന് ഇടാനും കുഴപ്പമില്ല. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് ഇടുന്നുണ്ട്. പിന്നെ അതിലേക്ക് കാഷ്യൂനട്ട്, മുന്തിരിപ്പരിപ്പ് ഞാൻ ഇട്ടിട്ടില്ല, ഓപ്ഷണൽ. കാഷ്യൂനട്ട് ഓപ്ഷണലാണ്, വേണ്ടവർക്ക് ഇടാം കേട്ടോ. അതിലേക്ക് ഉള്ളിയും പച്ചമുളകും ക്യാരറ്റ് മുറിച്ചതും എല്ലാം കൂടി ഒന്നിച്ചിട്ടാണ് ഇട്ടത്. ഓക്കെ, നല്ലോണം അതിനെ ഒന്ന് വഴറ്റുക കേട്ടോ. ബൈ ദ ടൈം ഇതപ്പോൾ അവിലിനെ തുറന്ന് നോക്കി. അപ്പോൾ ആ വെള്ളമൊക്കെ കുടിച്ച് നല്ലോണം ശരിയായിട്ടുണ്ട് കേട്ടോ. ഇതിനെ ഒന്ന് നന്നായി വേവിക്കുക. ഓക്കെ, ഇപ്പോൾ ക്യാരറ്റും ഉള്ളിയും എല്ലാം നല്ലോണം വെന്ത് കഴിഞ്ഞു. അതിലേക്ക് നമ്മൾ അവിലിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അവിലിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും തേങ്ങ ഓപ്ഷനിലാണ്, വേണ്ടവർക്ക് ഇടുക. പക്ഷെ തേങ്ങ ഞാൻ അളവൊന്നും പറയുന്നില്ല. എത്രത്തോളം കൂടുതൽ ഇടണമോ അത്രത്തോളം ടേസ്റ്റാണ് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. എന്നിട്ട് അതിനെ ഒന്ന് നമ്മൾ കൈ കൊണ്ട് ഒന്ന് അമർത്തി പ്രസ് ചെയ്തിട്ട് വേണം അതിനെ ഒന്ന് കുഴയ്ക്കാൻ കേട്ടോ. നല്ലോണം കൈ കൊണ്ട് തന്നെ ചെയ്യണം. നമ്മൾ മറ്റേ തവി കൊണ്ടൊന്നും വെച്ചാൽ ശരിയാവില്ല. നല്ല കൈ കൊണ്ട് തന്നെ അതിനെ ഒന്ന് അമർത്തി കുഴച്ച് ഇത് ഉരുണ്ട പിടിക്കുന്ന രൂപത്തിൽ നമുക്കാവണം കേട്ടോ. അതുകൊണ്ടാണ് വെള്ളം കൂടുതൽ ഒഴിക്കരുത് പറയണത്. ഓക്കെ, ഇപ്പോൾ മാവൊക്കെ കുഴച്ച് നമ്മളതിനെ ഉരുളകളാക്കി ഒരു ആവി കയറ്റാനുള്ള പാത്രത്തിൽ വെക്കുക കേട്ടോ. അപ്പോൾ ഷേപ്പൊക്കെ വന്ന് നമുക്ക് തീരുമാനിക്കാം, നീളത്തിൽ വേണോ ഉരുണ്ടിട്ട് വേണോ എന്നുള്ളത് കേട്ടോ. സോ എല്ലാം ഇതുപോലെ നമുക്ക് ഉരുട്ടി വയ്ക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടി വേണ്ടവർക്ക് അതും ഇടാം. ഓക്കെ, അതൊക്കെ ഓപ്ഷനിലാണ്. ചില കാര്യങ്ങൾ ഓപ്ഷനിൽ വിടുന്നത് ഓരോ വീടുകളിൽ ഓരോ ടേസ്റ്റായിരിക്കും നമ്മൾ ഫോളോ ചെയ്യണത്. സോ അത് അവരവരുടെ ടേസ്റ്റിൽ ചെയ്യുക. ഓക്കെ, സോ ഇതൊക്കെ വന്നിട്ട് ആവി കയറ്റാനുള്ള ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ഒന്ന് ജസ്റ്റ് വേഗമാവും കേട്ടോ. ഒരു 10 മിനിറ്റ് ആവി കയറ്റിയാൽ മതി. നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇത് നമ്മുടെ ചോയ്സാണ്. 4 മണി പലഹാരം, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ട്, അല്ലെങ്കിൽ ഡിന്നറായിട്ട്, എങ്ങനെ വേണമെങ്കിൽ അത് എങ്ങനെ അവർ ഫോളോ ചെയ്യണം അതിനനുസരിച്ച് ചെയ്യുക കേട്ടോ. സോ അടിപൊളി ടേസ്റ്റാണ് ഇത്. ചട്നിയുടെ കൂടെയോ സോസിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ, ഞാൻ ഇന്ന് സോസാണ് എടുത്തിരിക്കുന്നത്. സോ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പോഹ അല്ലെങ്കിൽ അവിൽ കൊഴുക്കട്ട തയ്യാറാണ്. അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക് അറിയിക്കൂ കേട്ടോ, നിങ്ങൾ എന്തൊക്കെ എന്താ ഏത് എന്നുള്ളത്. ഓക്കെ, പിന്നെ ഇതിൽ നമുക്ക് ബീൻസ്, ക്യാരറ്റ്, ക്യാബേജ്, പീസ്, അങ്ങനെ ക്യാപ്സിക്കം എല്ലാം ഇടാം കേട്ടോ. ഓക്കെ, ഹാപ്പി കുക്കിംഗ്.
നമ്മൾ ഇപ്പോൾ ഇന്ന് മട്ട അരിയുടെ കൊഴുക്കട്ടയാണ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ നന്നായിട്ടുണ്ട് കേട്ടോ കഴിക്കാൻ. നമുക്ക് ഇടയ്ക്ക് ഒരു ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ അത് തയ്യാറാക്കാം. പോഹ കൊഴുക്കട്ട കേട്ടോ. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഹാപ്പി കുക്കിംഗ്.